സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മാങ്ങ ഉപ്പിലിടുന്ന വീഡിയോ ആണ്. ഇപ്പം മാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമാണ്. അപ്പം മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒരു വർഷത്തോളം കേടാവാതിരിക്കും ഈ മാങ്ങ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കിലോയിൽ കുറച്ച് കുറവുണ്ട്, ഒരു 7 മാങ്ങ ഉണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി തുടച്ച് വെച്ച മാങ്ങയാണ്. അതിൻ്റെ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല. ഇനി ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളയ്ക്കൊന്നും വേണ്ട. ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മുക്കി പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് സ്മൂത്താവാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ കീടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുമാണ് ഈ തിളച്ച വെള്ളത്തിലിട്ട് മുക്കിയെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. മുഴുവൻ കോരിയെടുക്കുക. ഇനി ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. മാങ്ങ ചൂടുണ്ട്, ഇതൊന്ന് തുടച്ചെടുക്കാൻ. ഇനി ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇതിൽ വെള്ളമയം ഒട്ടും പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ മാങ്ങ കേടുവരും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ എടുത്തു വയ്ക്കുന്ന പ്ലേറ്റിലും എവിടെയും വെള്ളം പാടില്ല. ഇനി ഒരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് 1 കിലോ മാങ്ങ ഇതിൽ കൊള്ളും. ഈ ഒരു മാങ്ങ ഇതിൽ കൊള്ളും. അപ്പോൾ ഇത് കഴുകി നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയാവണം. മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ കുപ്പികളൊക്കെ ഉണക്കി വെക്കണം. അല്ലെങ്കിൽ ഭരണി എടുക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ മാങ്ങ ഇട്ട് വെക്കരുത്. ഒന്നും കൂടി തുടച്ച് മാങ്ങ അതിലേക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഉപ്പുവെള്ളമാണ് ചേർക്കുന്നത്. ഉപ്പ് ഒരുപാട് അധികമായി പോകരുത്. ഒരുപാട് ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഒരു മുന്തി നിൽക്കും. അപ്പോൾ ആ മാങ്ങയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പാകത്തിന് ഉപ്പ് നമുക്കൊരു അറിയാലോ, ആ പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഉപ്പ് ഈ മാങ്ങ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. ഞാനത് പിന്നെ തിളപ്പിച്ചാറിയിട്ടാണ് ഒഴിക്കുന്നത്. ഇനി ഞാനൊരു 2 സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് എയർ ടൈറ്റുള്ളൊരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അത് ഞാനൊരു 2 മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. ഇതൊന്ന് എടുത്ത് നോക്കാം. ഇതൊന്ന് എടുത്ത് നോക്കാം.
അപ്പം മാങ്ങ കുറച്ചൊക്കെ പാകമായിട്ടുണ്ട്. ഇതൊരു വർഷം വരെ കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കാം മാങ്ങ കിട്ടുമ്പോൾ. ഇതേപോലെ ചെയ്താൽ മതി, മാങ്ങ ഒട്ടും കേടുവരില്ല. താങ്ക് യു.